കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 120-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്താ തിരുവചനം പറയുന്നത്? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കഷ്ടത്തിലാകുമ്പോൾ നമ്മുടെ സമീപസ്ഥെ വന്നു നിൽക്കുന്ന ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്, അല്ലേ? അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പുതിയ നിയമ കോൺസെപ്റ്റിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് തിരുവചനം, യേശു കർത്താവ് ഉലകത്തിലേക്ക് വന്ന എന്തിനാ? പീഡിതരെ സ്വതന്ത്രരാക്കാനല്ലയോ? അല്ല, കഷ്ടതയിൽ കിടക്കുന്നവർ ഉദ്ധരിപ്പാനല്ലയോ? യേശു തന്നെ ഉലകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് ഇതാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, സ്തോത്രം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ സ്തോത്രം കർത്താവിൻ്റെ വാക്കുകളെ നമുക്കറിയാം. ഇവിടെ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഷ്ടതയിലാകുമ്പോൾ, പ്രത്യേകിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ടവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, സ്തോത്ര കഷ്ടതയിലും പ്രതിസന്ധിയുടെ അകത്തേക്ക് പോകുന്ന സമയത്ത് നിശ്ചയമായും അവൻ നമ്മളെ കൈവിടാതെ ആ സമയത്ത് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്നവനാണ്. അതാണ് ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ ആദ്യ വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ കഷ്ടതയിലായിരുന്നപ്പോൾ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിലെ മനുഷ്യർ നമ്മളെ വിട്ട് മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ കഷ്ടതയിലാണ്, അല്ലേ? നമ്മുടെ പ്രതിസന്ധിയിലാണ്, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴാണ്. ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനെ വിട്ട് മാറുന്നത് അദ്ദേഹം കഷ്ടത്തിലായപ്പോഴാണ്. സ്തോത്രം, ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പ്രീസലും നമ്മളെ വിട്ട് പലരും മാറിപ്പോകും. അത് നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിലാണ്. നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മൾ വിട്ടുപോകാത്ത ഒരേ ഒരാൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങളോട് ഞാൻ കൈമാറുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. പ്രൈസിൽ ഏത് സമയത്തും, എല്ലാ കാലത്തും, എല്ലാ നേരത്തും, അത് ഉയർച്ചയാകാം, താഴ്ചയാകാം, കഷ്ടതയാകാം, അനുഗ്രഹമാകാം, നന്മയാകാം, തിന്മയാകാം, ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെയിരിക്കുന്ന ഒരേ ഒരുവൻ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് കഷ്ടത്തിലിരിക്കുമ്പോൾ അവൻ നമ്മുടെ സമീപേ വരും, അവൻ നമ്മെ സഹായിക്കും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടി മറക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം നിറച്ച് മാനിക്കേണ്ടതിനായി യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളെ കൊണ്ട് ദൈവം നിറയ്ക്കേണ്ടതിനായി സ്തോത്രം. സമസ്ത മേഖലകളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം, അതിശയകരം പിന്നെ ശക്തിയോടെ വെളിപ്പെട്ട് വരിക സ്വർഗമിടവരുത്തിയാട്ട് സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കണം മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.